ഈ ഭൂമിക്ക് അപ്പുറത്തേക്ക് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സാധനമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇപ്പം കേരളത്തിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത യാത്രകൾ എനിക്ക് സാധ്യമായി എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ പാഷനാണെങ്കിൽ, യാത്ര ചെയ്യണമെന്ന് നിങ്ങളെ അതിയായി കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക തന്നെ ചെയ്യും. അതിന് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഇത്തരം നാടുകളിലേക്കാണ് പലപ്പോഴും പോകുന്നത്. വൃത്തിയില്ലായ്മയൊക്കെ ലോകത്തിൻ്റെ ക്രമങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് ആ നാട്ടിൽ മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയല്ലേ? അല്ലാതെ സെറ്റിട്ട പോലെ, സിനിമയ്ക്ക് സെറ്റിട്ട പോലെ ഒരു ജീവിതം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? യാഥാർത്ഥ്യം അതൊക്കെയാണ്. പട്ടിണി ലോകത്തിൻ്റെ പ്രശ്നമാണ്. ഇന്നും ലോക ജനസംഖ്യയുടെ എത്രയോ ശതമാനം, എത്രയോ വലിയൊരു സമൂഹം പട്ടിണിയിൽ, ദാരിദ്ര്യത്തിലെ ചേരിപ്പുരകളിലാണ് കഴിയുന്നത്. അതെല്ലാം നിഷ്കാസനം ചെയ്ത്, അതെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി എനിക്ക് വേണ്ടി നല്ല പരവതാനി വിരിച്ച റോഡല്ല പ്രതീക്ഷിക്കേണ്ടത്. ഇതെല്ലാം ചേരുന്നതാണ് സഞ്ചാരം. ഈ അനുഭവങ്ങളെല്ലാം വരുമ്പോഴാണ് യാത്രയുടെ എല്ലാ ഊർജ്ജവും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ൾക്ക് പരിഹാരം കണ്ടെത്തുന്നവളായി മാറുക എന്നുള്ളതേ ഒരു യാത്രികന് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് സോളോ ട്രാവലർ എവിടെ വെച്ചാൽ പ്രതിസന്ധി നേരിടുക എന്ന് പറയാൻ പറ്റില്ല. അവിടെ കൂടെ ഒരാൾ പോലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പ്രതിസന്ധിക്കുള്ള സൊല്യൂഷൻസ് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മളത് അന്വേഷിച്ചില്ല എന്നുള്ളത് മാത്രമാണ് കുഴപ്പം.